ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു വൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. അതിനെ വെട്ടിക്കളകാം, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നതെന്തിനെന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ? ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്നുത്തരം പറഞ്ഞു. വഴിയരികിൽ നിന്നതും കർത്താവിന്റെ വചനപ്രകാരം ഉണങ്ങിപ്പോയതുമായ അത്തിവൃക്ഷം ഇത് തന്നെയാണെന്നാണ് കൈലാസത്തിലെ മഹർഷി എന്നോട് വിവരിച്ചു പറഞ്ഞത്. ഈ അത്തിവൃക്ഷം കർത്താവ് ഉണക്കിയതിന് പല കാരണങ്ങളുമുണ്ട്. അത്തിവൃക്ഷത്തിൽ മുൻപ് കായും പിന്നീട് ഇലയും വരികയാണ് പതിവ്. ഇതിലോ മുൻപേ ഇല വന്നു, കായുണ്ടായിരുന്നതുമില്ല. ആകയാൽ വിശന്നു വന്ന പലരും ഇച്ഛാഭംഗപ്പെട്ടു പോയിരുന്നിരിക്കണം. മാത്രമല്ല, പാലസ്തീൻ നാട്ടിൽ ഒരുതരം അത്തിവൃക്ഷം വർഷത്തിൽ 12 മാസവും ഫലം പുറപ്പെടുവിച്ചു വന്നു. ഈ വർഷത്തിലാകട്ടെ അങ്ങനെയുള്ള ഫലവും കണ്ടില്ല. ചിലർ അതേക്കുറിച്ച് അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല എന്ന് പറയും. അത് ഫലത്തിൻ്റെ കാലമല്ല, കായ്ക്കാമായിരുന്ന കാലമായിരുന്നു. വിശന്നവന് അത്തിപ്പഴം തന്നെ വേണമെന്നില്ല, കായായിരുന്നാലും മതി. എന്നാലോ കായും അതിലില്ലായിരുന്നു. ദൈവം ഒന്നിനെ സൃഷ്ടിച്ചാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തിക്കാതിരുന്നാൽ അതിന് ജീവൻ കൊടുത്ത ദൈവം ആ ജീവനെ എടുത്തു കളയുന്നു. വൃക്ഷം ഉണങ്ങിയും പോകുന്നു. ഈ ഉപമ മൂലം യേശുനാഥൻ യഹൂദന്മാരെ ഒരു നല്ല പാഠം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. അവരെ ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ വെച്ച ഉദ്ദേശം അവർ നിവർത്തിച്ചില്ല. അവർ ഫലം പുറപ്പെടുവിച്ചുമില്ല. വിശപ്പോടുകൂടി യഹൂദന്മാരെ അന്വേഷിച്ച് വന്നവർ ഇച്ഛാഭംഗപ്പെട്ടുപോയി. ആകയാൽ ദൈവം അവരെ നശിപ്പിച്ച് കളയുമെന്ന് അവരെ ഇതുകൊണ്ട് പഠിപ്പിച്ചു. ഈ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന മുന്തിരിത്തോട്ടം ഈ ലോകത്തെ കുറിക്കുന്നു. അതിൽ നട്ട അത്തിവൃക്ഷമാണ് യഹൂദ ജാതി. തോട്ടക്കാരൻ യേശുനാഥൻ. ദൈവമാണ് തോട്ടത്തിന്റെ ഉടമസ്ഥൻ. യജമാനൻ ഫലമന്വേഷിച്ച 3 വർഷം യേശു രക്ഷിതാവ് ഉപദേശിച്ച് നടന്ന 3 വർഷമാണ്. രക്ഷിതാവിന്റെ ഉപദേശം കേട്ട യഹൂദന്മാരിൽ ഫലം കാണായികയാൽ അപ്പോൾ തന്നെ അവരെ നശിപ്പിക്കാൻ വിചാരിച്ചു. പുത്രനോ അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തു. ഞാൻ ഇതുവരെ എൻ്റെ ഉപദേശം മൂലമായി യത്നിച്ചു. ഇനിയും 1 വർഷം കൂടി അവർ ഇരിക്കട്ടെ. ഈ വർഷത്തിൽ സ്നേഹം മൂലം എൻ്റെ രക്തം ചൊരിഞ്ഞ് ഇവർ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഞാൻ ശ്രമിക്കും. അതുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അവരെ നശിപ്പിക്കാം എന്നപേക്ഷിച്ചു. രക്ഷിതാവ് തൻ്റെ രക്തം ചൊരിഞ്ഞ് ജീവനെ അവർക്കായി കൊടുത്തു. യജമാനൻ 1 വർഷമല്ല 40 വർഷം കാത്തിരുന്നു. യഹൂദജനമോ ഫലം കൊടുത്തില്ല. അപ്പോൾ ദൈവം തീത്തോസ് മുഖാന്തിരം യെരുശലേമിനെ നശിപ്പിച്ചു കളഞ്ഞു. 11 ലക്ഷം യഹൂദ ജനത്തെ ക്രൂശിൽ തറച്ചും വാൾ കൊണ്ട് വെട്ടിയും കൊന്നു. 97,000 പേരെ അടിമകളായി പിടിച്ചു. പട്ടിണിയാൽ മരിച്ചവർക്ക് കണക്കില്ല. തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു ഭക്ഷിച്ചവരുണ്ട്. ഇത്ര ഭയങ്കര നാശം യഹൂദന്മാരുടെ ഓഹരിയായിരുന്നു. അവർക്ക് തങ്ങളുടേതെന്ന് പറവാൻ സ്വന്തം രാജ്യമില്ലാതെ അവർ രാജ്യങ്ങൾ തോറും അലഞ്ഞു നടന്നു. കാരണം ഇലയല്ലാതെ അവർ ഫലം പുറപ്പെടുവിച്ചില്ല. അതുതന്നെ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇപ്പോൾ തിരുസഭ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമായിരിക്കുന്നു. അതിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷമാണ് നീ. യജമാനൻ പല വർഷങ്ങളായി നിന്നിൽ ഫലം തിരയുന്നു. നീ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ യൂദജാതിയുടെ അനുഭവം നിനക്കും ഉണ്ടാകും. നിന്നിൽ ഫലമുണ്ടോ അതോ ഇല മാത്രമേ ഉള്ളോ? ബലം കൊടുത്തില്ലെങ്കിൽ നിന്നെ വെട്ടി നരകാഗ്നിയിലിടും. ഇതുവരെ നീ ഫലം കായ്ച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അനുദപിച്ച് ക്രിസ്തുവിങ്കിലേക്ക് തിരിയുക. യേശുവിന് നിന്റെ ഹൃദയത്തെ സമ്പൂർണമായി സമർപ്പിക്കുക. അപ്പോൾ അവൻ നിന്നെ സഹായിക്കും.
ദൈവഹിതത്തിനടുത്ത സൽപ്രവർത്തികൾ അത്രേ നല്ല ഫലം. ഇലയാലല്ല ഫലത്തെ അത്രേ ദൈവത്തിന് മഹത്വമുണ്ടാകേണ്ടത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു പറഞ്ഞു. കർത്താവിന്റെ അരുളപ്പാട്, നീ ദൈവേഷ്ടം നിവർത്തിക്കാത്ത പക്ഷം നിന്നെയും വെട്ടിയിൽ അഗ്നിയിൽ ഇട്ട് കളയും. ലോകത്തിൽ ഇന്ന് അനവധി ക്രിസ്ത്യാനികൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം? അത്യവൃക്ഷത്തിനും ജീവനുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ പലരും നല്ല ഫലത്തിന് പകരം കയ്പുള്ള ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ചിലർ മുള്ളു നിറഞ്ഞവരായിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി ആണിതറയ്ക്കപ്പെട്ട രക്ഷിതാവിന്റെ മുറിവുകളിൽ കുത്തി അവർ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഫലം തേടി വരുന്ന അന്യമതസ്ഥരെ തങ്ങളുടെ അശുദ്ധ ജീവിതത്താൽ ഇടറുമാറാക്കുന്നു. ഇപ്രകാരമുള്ള വൃക്ഷങ്ങൾ വെട്ടിക്കളയാതിരിക്കുമോ? ആ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നന്മയല്ല തിന്മയത്രേ ഉളവാകുന്നത്. നാം ചെയ്യുന്ന പാപങ്ങളത്രേ വൃക്ഷത്തിൽ കാണപ്പെടുന്ന മുള്ളുകൾ. ഈ മുള്ളുകൾ നീങ്ങി ഫലമുണ്ടാകണമെന്ന് രക്ഷിതാവ് ആഗ്രഹിക്കുന്നു. പക്ഷേ മനുഷ്യർക്കിത് ബോധ്യപ്പെടാതെ അവർ പാപത്തിന്മേൽ പാപം ചെയ്ത് ജീവിക്കുന്നു. ഒരു പിതാവ് തന്റെ പുത്രനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനായി വളരെ പ്രയത്നിച്ചു. ഗുണദോഷങ്ങൾ പറഞ്ഞുകൊടുത്തു. അവനാകട്ടെ ഒന്നും വകവെച്ചില്ല. അപ്പോൾ ആ പിതാവ് തന്റെ വീടിന് മുൻവശത്ത് നിന്ന ഒരു വൃക്ഷത്തിൽ അവൻ ചെയ്യുന്ന ഓരോ പാപത്തിനും ഓരോ ആണി വീതം അടിച്ചു തുടങ്ങി. ഇങ്ങനെ ആ വൃക്ഷം മുഴുവൻ ആണികളാൽ നിറഞ്ഞു. അതിന്റെ ശേഷം മകൻ ഒരു കുറ്റം ചെയ്തപ്പോൾ അപ്പൻ അവനെ വിളിച്ച് അവന്റെ കയ്യിൽ ഒരു ആണിയും ചുറ്റികയും കൊടുത്തു. മകനെ, ഈ വൃക്ഷത്തിൽ എവിടെയെങ്കിലും ഇടം ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നീ ആണി അവിടെ തറയ്ക്കുക എന്ന് നിർദ്ദേശിച്ചു. മകൻ നോക്കിയിട്ട്, അപ്പാ, ഈ ആണി തറച്ചു കയറ്റാൻ ഈ വൃക്ഷത്തിൽ സ്ഥലം ശേഷിച്ചിട്ടില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ അപ്പൻ മകനോട് വ്യസനസമേതം പറഞ്ഞു, മകനെ, ഈ വൃക്ഷത്തിൽ കാണുന്ന ആണികളെല്ലാം നീ ഓരോരോ സമയത്ത് ചെയ്ത പാപങ്ങളെ കുറിക്കുന്നവയാണ്. ഏത് പ്രകാരം ഈ ആണികൾ ഈ വൃക്ഷത്തെ തുളച്ചു കയറിയോ അതുപോലെ നീ ചെയ്ത പാപങ്ങളെല്ലാം എന്റെ ഹൃദയത്തിൽ പൂർണ്ണമായും തുളച്ചു കയറിയിരിക്കുന്നു. ഈ വൃക്ഷത്തിൽ ഇനിയും ആണി അടിച്ചു കയറ്റാൻ സ്ഥലമില്ലാത്തതുപോലെ എന്റെ ഹൃദയം മുഴുവൻ മുറിവുകളാൽ നിറഞ്ഞിരിക്കുന്നു. തന്റെ പാപങ്ങൾ പിതാവിനെ അത്യധികം ദണ്ഡിപ്പിച്ചല്ലോ എന്നോർത്ത് മനസ്സുരുകി ആ മകൻ വാവിട്ട് കരഞ്ഞു. അവൻ അവന്റെ പാപങ്ങൾ നിശേഷം ഉപേക്ഷിച്ചു. നാമും ഈ മുള്ളുകൾ നമ്മിൽ നിന്ന് നീക്കണം. അത് നീക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ. നാം ക്രിസ്തുവിനോട് ഒട്ടിച്ച് ചേർക്കപ്പെടണം. അപ്പോൾ നമ്മുടെ സ്വഭാവം മാറും. പാപമാകുന്ന മുള്ള് നമ്മിൽ നിന്ന് നീങ്ങും. നാം നല്ല ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇരുന്നാലും ഇതേക്കുറിച്ച് വിചാരിക്കുന്നവർ വളരെ ചുരുക്കം. അധികം പേരും പാപസന്തോഷത്തിൽ മുഴുകി ദിവ്യകാര്യങ്ങളെക്കുറിച്ച് നിർവിചാരികളാണ്. അവരുടെ സ്ഥിതി എന്തിനോട് ഉപമിക്കാം? ഒരു ദിവസം ഒരു വേടൻ തന്റെ തോക്കുമെടുത്ത് കാട്ടിൽ പ്രവേശിച്ചു. കാട്ടിൽ ഒരു മരത്തിൽ അവൻ നല്ല ഒരു തേൻകൂട് കണ്ടു. തോക്ക് മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് അവൻ മരത്തിൽ കയറി തേൻ കുടിച്ചു തുടങ്ങി. ആ വൃക്ഷച്ചുവട്ടിൽ അതാ ഒരു പുലി. അതവനെ നോക്കുകയാണ്. പുലിയുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ അടുത്തുള്ള നദിയിൽ ചാടിക്കളയാം എന്നവൻ വിചാരിച്ചു. നദിയിലാകട്ടെ ഒരു മുതല വാ തുറന്ന് അവനെ വിഴുങ്ങുവാൻ കാത്തിരുന്നു. ഇത്രത്തോളം അപകടങ്ങൾ അവനെ തുറച്ചു നോക്കിയിട്ടും തേനുപേക്ഷിക്കുവാൻ അവന് മനസ്സ് വന്നില്ല. പുലിയും മുതലയും കുറെ നേരത്തിനുള്ളിൽ മാറിപ്പോകുമെന്ന് വിചാരിച്ച് ധൈര്യത്തോടെ അവൻ അവിടെ ഇരുന്നു. എന്നാൽ അവൻ കാണാത്ത വേറൊരു അപകടം സമീപത്തുണ്ടായിരുന്നു. അവൻ ഇരുന്ന വൃക്ഷം ഒരു ക്ഷുദ്രജീവി തുളയ്ക്കുന്നുണ്ടായിരുന്നു. സ്വല്പനേരം കൊണ്ട് മരം ചെരിഞ്ഞ് ആറ്റിലേക്ക് വീണു. അവൻ അതോടുകൂടി ആറ്റിൽ നിപതിച്ചു. മുതല അവനെ വിഴുങ്ങിക്കളഞ്ഞു. ഈ വൃക്ഷം നമ്മുടെ ശരീരമത്രേ. ഇഹലോകം കാട് തന്നെ. ഈ കാട് സകല നാശവും നിറഞ്ഞതത്രേ. സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിക്കുന്ന കാട്. ഒരമ്മ തന്റെ കുഞ്ഞിനെ ഓരോ വയസ്സ് കൂടുന്തോറും വളർത്തുന്നു എന്ന് സന്തോഷിക്കുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും പരമാർത്ഥത്തിൽ അവന്റെ ശരീരം മരണത്തോട് സമീപിക്കുകയാണ്. ഇത് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നില്ല.
അവർ പാപമയമായ ഉല്ലാസങ്ങളിൽ ഏർപ്പെട്ട് നിർവിചാരികളായി ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അവർ നരകത്തിലേക്കല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? തെറ്റി ഒഴിയുവാൻ പാടില്ലാത്തവണ്ണം അവർ പൊടുന്നനെ അഗാധഗർത്തത്തിൽ നിപതിക്കും. എന്നാൽ രക്ഷപ്പെടുവാൻ ഇതത്രേ നല്ല സമയം. സത്യമായി അനുദപിച്ച് ദൈവസഹായത്താൽ അപകടത്തിൽ നിന്നും തെറ്റി രക്ഷപ്പെടാം. ദൈവം നമ്മിൽ നിന്ന് പല വർഷങ്ങളായി ഫലം അന്വേഷിക്കുന്നു. നാമോ ഇതറിയാതെ നമ്മുടെ ജീവിതത്തെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ അവസാന നിമിഷമെന്ന ഒരു ബോധമുണ്ടാകുകയും ഈ ജീവിതത്തെ ശാപഗ്രസ്തമാക്കി തീർക്കാതെ വീണ്ടെടുത്ത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുവാൻ നമുക്ക് പ്രയത്നിക്കാം. പിന്നീട് ദുഃഖിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഒരു ദിവസം ഒരു വേടൻ കയ്യിൽ കവണിയും കല്ലുമായി വേട്ടയ്ക്ക് പോയി. കൊണ്ടുപോയ കല്ലെല്ലാം തീർന്നു. ഒരു വൃക്ഷത്തിലിരുന്ന ഒരു പക്ഷിയെ എറിഞ്ഞിടാൻ കല്ല് നോക്കി. സമീപം ഒരു വൃക്ഷച്ചുവട്ടിൽ കുറെ കല്ലുകൾ കൂടിക്കിടക്കുന്നത് കണ്ടു. അവയിൽ നിന്ന് ഓരോന്നെടുത്ത് കവണിയിൽ വെച്ചെറിഞ്ഞു. കല്ലുകൾ ആറ്റിലും അങ്ങും ഇങ്ങുമൊക്കെ വീണു. ഒടുവിൽ ഒരു കല്ല് ശേഷിച്ചു. അത് തന്റെ കുഞ്ഞിന് കളിക്കുവാൻ കൊടുക്കേണ്ടതിന് എടുത്തുകൊണ്ടു പോന്നു. വരുന്ന വഴിക്ക് ഒരു രത്നവ്യാപാരി അത് കണ്ടു. രത്നവ്യാപാരി ആ കല്ലിന് ഒരു സഞ്ചി നിറയെ ദ്രവ്യം കൊടുത്തു. അപ്പോൾ മാത്രമേ അവൻ ആ കല്ലിന്റെ വില അറിഞ്ഞുള്ളൂ. അവൻ ആറ്റിലും കാട്ടിലുമായി കളഞ്ഞ കല്ലുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവൻ കോടീശ്വരനാകുമായിരുന്നു. അവനെല്ലാം നഷ്ടപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഈ കല്ല് പോലെ വിലയേറിയതാണ്. അവ നാം എത്രയോ നഷ്ടപ്പെടുത്തി. ഒരുപക്ഷെ ഇത് നമ്മുടെ അവസാന ദിവസമായിരിക്കാം, ആർക്കറിയാം. ഭൂമിയിൽ ഒഴിച്ച വെള്ളം പോലെ നമ്മുടെ ദിവസങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. ആകയാൽ നമ്മുടെ ദിവസങ്ങൾ നഷ്ടമാകാതെ ഫലം കൊടുക്കുന്ന ജീവിതമാക്കി അതിനെ നമുക്ക് മാറ്റാം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു. പ്രിയമുള്ളവരെ, ഈ കേട്ട ലഘു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമായി വരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.